ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். யாருன்னா கண்ணு வச்சிட்டாங்களா என்னன்னு தெரியல. வாரம் இதே ஒரு பிரச்சனையாக போயிட்டுருக்கு. பிரச்சனைன்றதை விட அவைலபிலிட்டி வந்து ஏதாவது ஒரு ஒர்க் வந்து யாராவது ஒருத்தர் டிஸ்டர்ப் பண்ணிடுது. ஸோ அதனால தான் இன்றைக்கி பரத் வர முடியல. ஸோ நம்ம பார்த்தீங்கன்னா நீங்கள் வந்து ஷாக்கிங்காக இருக்கும். இன்றைக்கி என்னடா சம்மந்தமே இல்லாமல் டியூஸ்டே அது வீடியோ வந்திருக்கு அப்படின்னு. எஸ், ஸோ நம்ம இன்றைக்கி வீடியோ போடுறதுக்கான காரணம் ஒன்றே ஒன்று மட்டும்தான். ஒன் அண்ட் ஒன்லி லாலைட்டன் மோகன்லாலோட பர்த்டே. ஸோ அவருக்காக இன்றைக்கி ஸ்பெஷலாக ஒரு வீடியோ நம்ம ஸ்பதிகமில் வந்து ஒருத்தங்க கமெண்ட் பண்ணியிருந்தாங்க, வா லாலேட்டா பர்த்டே மந்தில் வந்து நீங்கள் ஒரு மூவி போட்டிருக்கீங்க அப்படின்னு. ஸோ இன்றைக்கி வந்து நம்ம பார்க்க போகிறது லாலேட்டாவோட மூவி தான். ஸோ ஃப்ரீக்வெண்ட்டாக நிறைய கமெண்ட்ஸில் வந்திருக்கு. ஸோ இன்றைக்கி நம்ம பார்க்க போகிற படம் என்னென்னு பார்த்தீங்கன்னா ஒப்பம். இது நிறைய வாட்டி நானும் பார்த்துருக்கேன்னு நினைக்கிறேன். இந்த கமெண்ட்ஸ் நிறைய வாட்டி பாருங்கன்னு சொல்லிகிட்டே இருப்பாங்க. ஸோ ஒப்பம் இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கா அப்படின்னு பார்த்தீங்கன்னா பிரியதர்ஷன். இதோட ஸ்க்ரீன் பிளே தான் பண்ணியிருக்காரு அண்ட் ஸ்டோரி பை கோவிந்த் விஜயன். ஸோ இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா ஸ்டார்டிங் வித் ஒன் அண்ட் ஒன்லி மோகன்லால், அப்புறம் பேபி மீனாட்சி, சமுத்திரகனி, நெடுமுடி வேணு, ரெஞ்சி பேனிக்கர் அண்ட் சேம்பன் வினோத். இதுக்கப்புறமும் நிறைய பேர் இருக்காங்க. பட் எங்களுக்கு தெரிஞ்ச மெயினான காஸ்டிங். ஸோ இதோட ஒன்லைன் என்னடா, க்ரைம் த்ரில்லர். ரைட்டு. ஸோ சூப்பர் க்ரைம் த்ரில்லர். நம்ம ஆல்ரெடி வந்து இளவேடா புஞ்சிராம ஒரு க்ரைம் த்ரில்லர் தானே. இது லாலைட்டனோட க்ரைம் த்ரில்லர். எஸ், நம்ம இதுவும் க்ரைம் த்ரில்லர் தான் வருமா? இது திருஷ்யம். ஆமாம், அதான் க்ரைம் த்ரில்லர் தான். ஸோ இதுதான் அந்த படத்தோட காஸ்டிங், ஜானர் எல்லாமே. ஸோ இதுக்கப்புறம் நம்ம ஒப்பம் ரியாக்ஷன் போகலாம். டைட்டில் இருக்கு ஒப்பம். ப்ரொடக்ஷன் என்ன அலாங்குன்னு தானே போட்டிருந்தீங்க? என்னது அலாங் அதான் கூட போகிற மாதிரி. എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ അറുത്തു മാറ്റാൻ പോന്നൊരു മൂർച്ചയിലിരിക്കയാണ് ഞാൻ. വളർത്തിയുള്ളിൽ പണ്ടേ ഞാൻ ഇരുണ്ട തക്ഷകനെ. யார் அது? வில்லனா? இன்னும் ஒன்றுமே வரல. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ അങ്ങ് ഉറപ്പിക്കാം അല്ലേ ജയരാമ? അമ്മാവനിരിക്കുമ്പോൾ അത് പറയേണ്ടത് ഞാൻ. ഇവിടുത്തെ കാരണവർ എന്നുള്ള നിലയ്ക്ക് വാക്ക് ഞാൻ കൊടുക്കാം. പക്ഷെ കാര്യങ്ങൾ നടക്കാൻ നേരത്ത് കൈ മലർത്തി കാണിച്ചാൽ കൊടുത്ത വാക്ക് തിരിച്ചു വാങ്ങി ഞാൻ എൻ്റെ കീശയിലിടും. കാര്യം നടത്തേണ്ടത് നീയാ. ചെറുക്കനും പെണ്ണും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് സ്വയം തീരുമാനിച്ച കാര്യം നമ്മൾ നടത്തി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടുത്തെ കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ അന്തസ്സ്. എങ്കിലും വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു ഉറപ്പിക്കാന്നുള്ളതാണല്ലോ എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും. മുഹൂർത്തം നോക്കിക്കോ. കല്യാണമൊക്കെ കൊള്ളാവുന്നു. അപ്പോൾ വാങ്ങേണ്ടതും കൊടുക്കേണ്ടതല്ല പറഞ്ഞുറപ്പിച്ച പോലെ ദിവസം മാത്രം നോക്കി അറിയിച്ചാൽ മതി. വേണ്ട, കണ്ടില്ലെങ്കിലും അതൊരു കുറവായിട്ട് കരുതിയിട്ടില്ല. പടിയും പുല്ലും ഒക്കെ ഞങ്ങളെക്കാളും നല്ല സന്തോഷായില്ലേ നിനക്ക്? ഒന്നും പേടിക്കണ്ട. ചിത്താപത്തിൽ വന്നവന്നാ. ஆமாடா. ഓ, ഞാൻ പറഞ്ഞോ ഇവനോട്, ആ ബാപ്പുട്ടിക്ക് വേണ്ടി ഈ വീടും പറമ്പും എനിക്ക് പണയം വെക്കാൻ ചില്ലറ കാശൊന്നല്ല. 25 ലക്ഷം രൂപയാ ഞാൻ എണ്ണിക്കൊടുത്തത്. വർഷം 2 ഇതുവരെ മുതലും പലിശയും ചേർത്ത് നല്ലൊരു തുകയായിട്ടുണ്ട്. ആദായോട്ട് ഇല്ലതാണ്. ഒന്നുകിൽ നീ ആ കാശ് ഇങ്ങോട്ട് തരിക, അല്ലെങ്കിൽ ഈ വീടും പറമ്പും ഞാൻ വെക്കും. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് തരും. കൂടുതലൊന്നും പറയാനില്ല. ആ വേണം. ஜானி மன்ல வந்தாரு. ജയരാമ,
ചെറുക്കൻ്റെ ആൾക്കാർ പറയണതൊക്കെ കേട്ട് നീ നീട്ടി മൂളണത് ഞാൻ കണ്ടു. പെണ്ണിന്റെ കഴുത്തിലും കാതിലും അവരുടേതായ മിന്നുന്നതൊന്നും ഞാൻ കണ്ടില്ല. തറവാടിന്റെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും നടത്താനുള്ള വക നിന്റെ കയ്യിലുണ്ടാ? എന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയം. നിനക്ക് എപ്പോഴാ ബുദ്ധിമുട്ടില്ലാതിരുന്നത്? മാധവൻ അറിയില്ലേ, ഇവന്റെ അച്ഛൻ്റെ ആമുണ്ണി മരിച്ചപ്പോ ജയരാമൻ 20 വയസ്സാ, കണ്ണന് 10, ലക്ഷ്മിക്ക് 7. അമ്പലത്തിന്റെ തിടപ്പള്ളി കഴുകിയും കൊട്ടിയും വായിച്ചും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാ ഇവൻ രണ്ടാളെയും പഠിപ്പിച്ച് ഇത്രവാക്കിയത്. ഇപ്പോഴും മാസാമാസം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഇവൻ പണി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കടയുടെ വാടക കൊണ്ട് മാത്രാ. നീ മിണ്ടരുത്. വലിയമായി പഴംപുരാണം പറഞ്ഞ് നേരം കളയാതെ ഇരുട്ട് മുമ്പ് വീടെത്താന്നു. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്. ഈ കുടുംബത്തിൽ ആകെ ഉള്ളത് ഈ വീടും പറമ്പും. അതെടുത്ത് കണ്ടതിന് വേണ്ടി ആ മാപ്പിള എടുത്ത് പണയം വെച്ചപ്പോ മിണ്ടായിരുന്നതിനെ പറ്റി ഇവിടെ ആർക്കൊന്നും പറയാനില്ലല്ലോ. കൊച്ചു എളുപ്പം കാലത്തോട്ട് കുത്തിരിക്കാൻ തുടങ്ങിയതാ. മണി 7 ബോട്ട് വരാൻ ഇനി 10-15 മിനിറ്റ്. ഇയാളാ ചൂണ്ടക്കോലിങ് തന്നെ, ഞാനൊന്ന് പിടിച്ചോ. ഇന്നാ നിങ്ങൾ നല്ല ആളാ പണിക്കരെ. കളരിയിൽ വന്ന് കുട്ടികൾക്ക് കടം ചവിട്ടി കാണിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ? ഞാനവിടെ വന്നിരുന്നു. താനവിടെ ഒരു മദാമയുടെ മുമ്പിൽ കിടന്ന് തകതിമി കാണിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. കുറിപ്പേ, ഈ കളരി കഥകളി എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി ശരീരശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ കാലങ്ങളോളം ഗുരു കാരണവന്മാർ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു കലയാണ്. മെയ് കണ്ണാകണമെങ്കിൽ ചവിട്ടും ചോടും കുഞ്ഞുനാളിലെ ഉറക്കണം. അല്ലാണ്ട് ഗുളിക പരുവത്തിലാക്കി കുറെ കിളവി മദാമ്മമാരെയും പഴയ നടികളെയും തട്ടുപിടിപ്പിച്ച് വടിയും പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ളതല്ല. കാര്യാണല്ലേ? അതെ, പിടയ്ക്കണ പിടയെന്ന് കോലയിലറിയാം. നല്ല ആളാ. നിങ്ങൾ എവിടെയായിരുന്നു? இது இந்த படம் கொஞ்சம் கேரளா வைப்லேயே இருக்குல்ல லொக்கேஷன். இதுவே பார்த்தாலும் நம்ம சிட்டியில் பார்த்த மாதிரி இருக்குது. കർപ്പൂരം മണക്കുന്നല്ലോ കാറ്റേ. ഇങ്ങോട്ടാ തിരുവേലി. രാമനോ? ഞാൻ കണ്ടില്ല കേട്ടോ. എനിക്കല്ലേ കാണാൻ പറ്റാത്ത. തിരുവേലിക്ക് എന്താ കുഴപ്പം? എൻ്റെ 2000 റുപ്യ വായ്പ വാങ്ങിച്ചിട്ട് നാള് കുറെ ആയേ. തിരുവേലി എന്നെ കണ്ടില്ലെങ്കിലും കെട്ടു വരാൻ പറ്റില്ല കേട്ടോ. അത് ശരി. അത് ഉടനെ തരാം. അടുത്ത ആഴ്ച അനിയൻ ചെക്കൻ്റെ കൊടുത്തേ. ആയിക്കോട്ടെ. തിരക്കണ്ടേ? ആയിക്കോട്ടെ. ഡോൺ ബസ് മാതിരി പോലും ശുദ്ധ നുണയാന്നേ. എന്ത്? ഇത് വെറുതെ പറയേ. ഈ ജയരാമന് കണ്ണു കണ്ടുകൂടാന്ന്. അയാൾക്കെല്ലാം കാണാന്നേ. വെറുതെ ആൾക്കാരെ കബളിപ്പിക്കുക. ആ இதாண்டாப்பா ரொம்ப நாள் கேரளா படம் பார்க்குற மாதிரி ஃபீல் வருதுடா. இல்லை இவ்வளோ நாள் வந்ததில்ல கேரளா. அது எல்லாமே சிட்டிலே நடக்குது. തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. எல்லாமே தெரிஞ்சவரா இருக்காரு. சவுண்டு சம்மந்தமானதில் ரொம்ப லிசன் பண்ணுறாரு. டாப் மாதிரி டாப் பை ஃபன். ஆமாண்டா. அவர் அப்போ கூட பாரு, அவர் திரும்பி பார்த்தது வந்து மியூசிக் வாசிக்கிற சைடு தான் பார்த்துருக்காரு. இன்ஸ்ட்ருமெண்ட் எங்கே சவுண்ட் வருது. லாலெட்டனஸ் டாப் பை ஃபங்க. கும்பலாங்கி நைட்ஸ் லொக்கேஷன் மாதிரி இருக்குது கொஞ்சம். அந்த நெட்டெல்லாம் இருந்துச்சு. ஆழப்புழா இன்னும் கொச்சி. அது இதோ இந்த மாதிரி இருந்துச்சு அந்த படத்தில் நெட்ஸ் எல்லாம். ஓ நல்லா இருந்துச்சு. அவர் தான் பாடியிருக்காரோ? யார் இவரா? வேற வயசுல இது அவர் ப்ரொடியூசரு பெரும்பாவூர் அவர் தான் நினைக்கிறேன். பேர் தான் போடுறாங்க. இல்லை 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 ஆமாடா. மலையாளத்தில் ஆ மட்டும் எனக்கு தெரியும். पाजी, पापा ने आपको 4th मंजिल की बल्ब बदलने को कहा है. कल इलेक्ट्रिशियन भेजूंगा. कहाँ जा रही है तू? ट्यूशन. ഇന്നൊരു കായ് ലാംഗ്വേജ് പേசுறது ഇല്ല കുഞ്ഞിക്ക. എത്ര കൊടുക്കാനുണ്ട്?
ഇവർ ഇതിൽ வருவாரா സുഡാനിൽ? അതെ, എത്ര കൊടുക്കാനുണ്ട്? ഇല്ലല്ല, 26 രൂപയെങ്കിലും വേണം. ഓ, ഇത്രേ ഉള്ളൂ. എനിക്ക് അത് ഇങ്ങോട്ട് വെച്ചാൽ പോരെ? എന്ത് 26 ലക്ഷം? ആടെല്ലാം வருவாரா இந்த லாஸ்ட்ல? പിന്നെ 26 രൂപയ്ക്ക് ആരെങ്കിലും വീട് പണിയും? ഷേക്ക് മലപ്പുറത്ത് അങ്ങനെ പട്ടാളത്തിൽ എന്താ ചവറോ അല്ല അനാണമസ് ഇരുമ്പ് അബ്ദുള്ള. അല്ല, ഇത്രയും കായ് എവിടുന്ന് ഉണ്ടാക്കും? നിങ്ങൾ അതിൽ പിടിച്ച് തൂങ്ങാതെ ഈ സാധനങ്ങളൊക്കെ ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ആ ദേവയാനി പെണ്ണ് ഇവിടെ എങ്ങാനും ഉണ്ടോ? ഇതൊക്കെ ഒന്ന് കൊടുത്തയക്കാൻ. അത് അറിഞ്ഞില്ലേ? എന്ത് ഓളെ പോരേല് വല്ല പോലീസും പൊക്കാറൊക്കെ ആയില്ലേ? ഓളെ പഴയ കെട്ടുമല്ലേ മജീദ്. ദേവയാനിയുടെ കെട്ടിയൻ മജീദാ, മധു. ഓന് പേരൊന്നും നമുക്കറിയില്ല. ഓനും ഓൻ്റെ ഒരു പോലീസുകാരൻ ഞങ്ങൾ കൂടി ഇന്നലെ രാത്രി മൂക്കറ്റം കള്ളും കൂട്ടി ഓളെ പൊരേ കയറി ആകെ തറാറായി. ഓളൊരാങ്ങലത്തൊക്കെ ഉണ്ടല്ലോ, എന്തോ പേരൊന്നും കാര്യം പറ. ഓൻ കൈ കെട്ടിയെടുത്ത് വീക്കി. എന്നിട്ട് എന്താ ചെക്കനെ കൊണ്ട് ഓടിപ്പോയി. ആ പോലീസുകാരൻ ഞങ്ങളുടെ തലമണ്ട പൊളിഞ്ഞോ മയ്യത്തായിന്നോ ആകാൻ പോകുന്നു എന്തൊക്കെ പറഞ്ഞു കേട്ടു. ഗുഡ് മോർണിംഗ് ജരാമേട്ടാ. ഗുഡ് മോർണിംഗ് രമേശേ. ഇടാ നേരം വിളിക്കുന്നതിന് ആരാണ്ടാ ഈ ചക്കയിറക്കി വാങ്ങിച്ചു തരുന്നത്? അമ്മാവന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. 1 കോടി രൂപയോളം ബാങ്കിൽ FD ഉണ്ട്. അതിലൊരു 10-25 ലക്ഷം എടുത്ത് അവന് കൊടുത്താൽ എന്താ നിനക്ക്? ആകെയുള്ള ഒരു അനന്തരവനല്ലേ, പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലല്ലോ. ഉണ്ടല്ലോ മോളൊരുത്തി. പുറത്തെറിഞ്ഞ ജസ്റ്റിസ് കൃഷ്ണമൂർത്തിയുടെ മാനം പറക്കും. എന്താ ജയരാം അത്? ഇത്തിരി ചകിരി മാമ്പഴം. എനിക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയില്ലേ? ഇത് കഴിക്കാം. ഇച്ചിരി തൈര് കൂട്ടി പിഴിഞ്ഞ് കഴിച്ചാൽ ഒരു കുഴപ്പം വരത്തില്ല. ഈ ജാതി ഇപ്പൊ കിട്ടത്തില്ല. ഇവളുടെ കാര്യമൊക്കെ അറിഞ്ഞു കുഞ്ഞിക്കെ പറഞ്ഞു. ഞാൻ ഇറങ്ങും. ഉച്ചയ്ക്കുള്ളത് ഫ്രിഡ്ജിൽ ഉണ്ണാൻ നേരമാകുമ്പോ ഞാൻ വരാൻ നോക്കാം. അതൊക്കെ ഞാൻ എടുത്ത് കഴിച്ചോളാം. നിനക്ക് ഇനിയും കുറെ ഫ്ലാറ്റ് കയറി ഇറങ്ങാനുള്ളതല്ല. ആളുകളെ പിണക്കി ഉള്ള ജോലി കളയണ്ട. അതെ അതെ, ഇതൊന്ന് സർദാർജിയുടെ വീട്ടിൽ കൊടുക്കണം. ഇത് നമ്മുടെ വക്കീലമ്മയ്ക്ക്. തനിക്ക് അവിടെ ആ ജോലി സ്ഥിരമാക്കാൻ പ്രിൻസിപ്പൽ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായാലും ലിഫ്റ്റ് ഓപ്പറേറ്റർ പണി നിർത്തണം. हेलो बस अभी आए, कोई प्रॉब्लम नहीं है. तुझे प्लान से भी याद है? हाँ ओके. नो वन विल डू. सी यू नील. लव यू. എന്താ പ്രശ്നം? ഒരൊറ്റ ദിവസം അവൻ നേരത്തെ കാലത്തും പണിക്ക് വരില്ല. ഓരോ ദിവസം ഓരോ എക്സ്ക്യൂസാ. ഇന്നെന്താടാ നിന്റെ അപ്പൻ കലറ്റിച്ചാടി? ഇനി മേലാൽ എന്റെ കൺമുന്നിൽ രാവിലെ തൊട്ടിയും ചുലുവാറ്റി നിന്നാൽ അന്ന് നിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കും കേട്ടോടാ. ജരമ, ഞാനൊന്ന് നാട്ടിൽ പോവാം. ഒരു 30 ദിവസം കഴിഞ്ഞാൽ മടങ്ങും. ഇതാ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്യണം. വല്ലപ്പോഴും ഒരിക്കൽ ഇവനെ കൊണ്ടത് ക്ലീൻ ചെയ്യിക്കണം. ഈ ഓഫീസിൽ കൊടുത്താൽ മതി. അത് പറഞ്ഞപ്പോഴാ ഓർത്ത്. ജരമ, ആ 4ാമത്തെ ഫ്ലോറിലെ പൈപ്പ് ഒന്ന് രാമേട്ടന് പിടിപ്പത് പണിയല്ല ഇവിടെ. കിണ്ണാരം പറയാതെ വണ്ടി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോടാം. ഇത്രയും ദൂരത്തേക്കായിരുന്നെങ്കിൽ നമുക്കൊരു ഡ്രൈവറെ വിളിക്കായിരുന്നല്ലോ. അല്ല ജയരാമ, ഇത് എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കുന്ന യാത്രയാണ്. വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. പുറമേ നിന്നാരെയും കൂടെ കൂട്ടാൻ പാടില്ല. അക്ഷയും വിൻവിനും ഉണ്ട്. ബമ്പർ 5 കോടി. സാർ എന്നൊരു കാരുണ്യ. അല്ല സാർ ഇന്ന് ആദിത്യ സാർ പ്ലീസ് എന്നൊരു കാരുണ്യം എടുക്കും. എന്നിട്ട് നീ ഒരു കാരുണ്യം എന്നോട് കാണും. ഇവിടെ ഈ ശ്രാങ്ക് ഭാസ്കറിന്റെ വീട് എവിടാന്നറിയാമോ? ശ്രാങ്ക് സാർ ഉദ്ദേശിക്കുന്നത് അമ്പേരി അച്ചുവിനെ വെട്ടിക്കൊന്ന ശ്രാങ്ക് ആണോ? വെട്ടിയോ കൊന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ജീവപര്യന്തം തടവാനും ആളത് തന്നെ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഒരു പൈപ്പ് കാണാം. അതിന് നേരെ എതിർവശത്തുള്ള വീടാ. ഭാസ്കരൻ ആരാ? ഭാസ്കരന് ജയിലിലൊപ്പം ഉണ്ടായിരുന്ന ഒരു വാസുദേവനെ അറിയില്ലേ? അയാളെക്കുറിച്ച് ഒരു കാര്യം അറിയാൻ വന്നത്. എന്ത് பண்ணாது? നമ്മളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ സാർ? അല്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഇപ്പോഴും നമ്മളെ കടന്നു വരണം സാറ് ശ്രദ്ധിച്ചു. ജയരാമന് വെറുതെ തോന്നിയതായിരിക്കും. എന്തേ? ഞാൻ ചോദിച്ചത്
ജീപ്പ് ഒന്ന് ഫോളോ பண்ணி சொல்ல താൻ ഇതുവരെ എന്നോട് എന്തിനാ ഏതിനാ എന്നൊരു അക്ഷരം പോലും ചോദിച്ചിട്ടില്ല. ഇല്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ സാർ ഇതുവരെ. നന്ദിനി മോളെ കുറിച്ച് പോലും ചോദ്യങ്ങൾ ഒരുപാട് എൻ്റെ മനസ്സിലുണ്ട്. സ്വന്തം മകളെ ഒളിച്ച് എന്തിനാ ജീവിക്കുന്നത്? അവളുടെ അമ്മ ആരാണ്? എന്തിനാ അവളെ കൊണ്ട് എന്നെ രാമച്ച എന്ന് വിളിപ്പിക്കുന്നത്? അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം എന്തിനാ എന്നെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്നത്? ഈ യാത്രകൾ, അങ്ങനെ 1000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ സാർ? തൻ്റെ ഈ മനസ്സാണ് ജയരാമ ഞാനും താനും തമ്മിലുള്ള ബന്ധം. രക്തബന്ധത്തിൽ പോലും ഉണ്ടാവാത്തതാണോ അത്? പക്ഷേ ചിലതൊക്കെ തന്നോട് പറയാനുള്ള നേരമായി എന്നെനിക്ക് തോന്നുന്നു. ഏകദേശം 14 വർഷം മുമ്പാണ് ഞാനിന്ന് ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. ഒരു കൊലപാതക കേസിൽ വാസുദേവൻ എന്നൊരു ചെറുപ്പക്കാരനെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. ഒരപ്പുമാഷയുടെ മകൻ. അവൻ ഒരു സേട്ടുവിൻ്റെ കമ്പനിയിലെ അക്കൗണ്ടൻ്റായിരുന്നു. വാസുദേവൻ സേട്ടുവിൻ്റെ വീട്ടിലെ ബാല്യക്കാരിയെ റേപ്പ് ചെയ്ത് കൊന്നു എന്നായിരുന്നു കേസ്. കേസിൻ്റെ വിധി എഴുതും മുമ്പ് അവൻ ചേംബറിൽ എന്നോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. എങ്കിലും ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. ശിക്ഷിച്ച് ഞാൻ ജീവപര്യന്തം. ഗതികേടും മാനക്കേടും കൊണ്ട് ആ മാഷും കൂടും അവൻ്റെ ഭാര്യ ഉൾപ്പെടെ 7 പേർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടോ എനിക്കൊന്ന് അവിടം വരെ പോകണമെന്നേ. പോലീസുകാരുടെ ഒപ്പം നിൽക്കുന്ന അവനെ ഞാനവിടെ കണ്ടു. ഈ ഭൂമി മുഴുവൻ ദഹിപ്പിക്കാനുള്ള അഗ്നി അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ഒരു വലിയ കുറ്റപ്പെടുത്തലിൻ്റെ ചൂണ്ടുവിരൽ എൻ്റെ നേരെ ചൂണ്ടി അവൻ എന്തോ പിറുപിറുത്തു. ചേതനയേറ്റ് കിടന്ന ആ ശവക്കൂപ്പാരങ്ങളുടെ മുമ്പിൽ നീതിയും ന്യായവും മനസാക്ഷിയും തമ്മിലുള്ള വടംവലി എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ആ ഉലച്ചിൽ അവിടെ വെച്ചാണ് അറിഞ്ഞത്. മരിച്ചു കിടന്ന അവൻ്റെ കുടുംബത്തെ കണ്ട ഷോക്കിൽ അവനൊരു മാനസിക രോഗിയായി മാറിയെന്ന്. പിന്നെ ഏകദേശം 3-4 വർഷം മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ചികിത്സ കഴിഞ്ഞ് ജയിലിലേക്ക് മടങ്ങിയ വാസു അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജയിൽ മുറിയിൽ ഞാൻ വായിച്ചു. ഭ്രാന്തമായ ആ വരികളിൽ വല്ലാത്ത ചില അർത്ഥങ്ങളുണ്ടെന്ന്. ரொம்ப ஸ்டைலிஷான கேர்ள் காட்டுறாங்க. ഒളിഞ്ചി നിന്ന് തന്നെ അവൻ അത് അവനാ ഹരി. ജോർജ് സാർ, ആ FIR-ൽ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. എന്താണത്? അയാൾ ചാടി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഫുട് പ്രിന്റ് അയാൾ ഇട്ടിരുന്ന ഷൂസിൻ്റെതല്ല, അത് മറ്റാരുടെയോ ആണ്. അതൊരു പക്ഷേ അയാളെ എടുത്ത് താഴേക്ക് തള്ളിയ ആളിന്റെ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രഗിൾ ഉണ്ടായതിന്റെ ലക്ഷണം അവിടെ കാണണ്ടേ? ഗംഗയ്ക്ക് ട്രാൻസ്ഫർ ആയില്ലേ? ആ, ഇന്നുകൊണ്ട് തീർന്ന ഇവിടുത്തെ പണി. ഇതേ ഞാൻ അന്വേഷിച്ചിരുന്നൊരു കേസാണ്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ഇഷ്ടത്തിൽ. ജോർജിന് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇത് 5 സ്ഥലങ്ങളിലായി നടന്ന മരണങ്ങളാണ്. ആദ്യത്തേത് കോഴിക്കോട് കാർത്തിക് സേട്ടുവിൻ്റെ മരണം. കഴിഞ്ഞ വർഷം ദീപാവലിക്ക് വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു. ദാറ്റ് ഈസ് ഇൻ ഒക്ടോബർ. അടുത്തത് മമ്പരം പള്ളിയിൽ പെരുന്നാളിന് പോയി മടങ്ങിയ DYSP അഹമ്മദും ഭാര്യയും കടലുണ്ടി പുഴയിലേക്ക് കാർ മറിഞ്ഞു മരിച്ചു. പിന്നെ ഒരു ഡോക്ടർ ജോസഫ് ചാലയും ഭാര്യയും തേക്കടിയിൽ ബോട്ട് അപകടത്തിൽ മരിക്കുന്നു. ഇത് കണ്ടോ, പഴയ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്പ്യാർ ആലുവ പുഴയിൽ മുങ്ങി മരിച്ചു. ആ കേസ് മാത്രമാണ് ഞാൻ അന്വേഷിച്ചത്. സീരിയസ് 3 ദിവസം മുമ്പ് US-ൽ നിന്നും പഠിത്തം പൂർത്തിയാക്കിയ IT സ്റ്റുഡൻ്റാണ് വിജയകൃഷ്ണൻ. മരിച്ച നമ്പ്യാരുടെ ഒരേ ഒരു മകനാണ്. അയാൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിന്റെ ടെറസിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആ കേസാണ് ഇപ്പോൾ ജോർജിന് തലയിൽ വന്നിരിക്കുന്നത്. പുഴയിൽ വീണ് മരിച്ച നമ്പ്യാർ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. ഗംഗ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം കൂട്ടിയിണക്കുന്നത്? എല്ലാ പേരും മരിച്ചിരിക്കുന്നത് അവരുടെ മുഴുവൻ കുടുംബത്തോടൊപ്പം. പിന്നെ മരിച്ച ആൾക്കാരുടെ എല്ലാം ചൂണ്ടുവിരൽ മുറിഞ്ഞുപോയി. ബട്ട് മരണം സംഭവിച്ച രീതി കണക്കിലെടുത്ത് അതത്ര നോട്ടീസ് ചെയ്തിട്ടില്ല.
അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് അന്വേഷിച്ചത്. കുറച്ചൊരു ഡീറ്റെയിൽസ് ഈ ഫയലുണ്ട്. ஆல்மோஸ்ட் எல்லாத்தையும் அவங்களே கண்டுபிடிச்சிட்டாங்க. இனிமே இவங்க ஐயோ எல்லாத்துக்கும் பின்னாடி ஒருத்தன் இருக்கான். എടാ ബീരാനെ, ഓ നിങ്ങളോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ബീരാനല്ല വീരൻ വീരൻ. എടാ നമ്മൾ ഒരേ പഠിച്ചവനല്ലേ അള്ളാന്നും യേശുന്നും അയ്യപ്പാന്നൊക്കെ വിളിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഇപ്പൊ ആളെ പേര് മാറ്റി വിളിച്ചിട്ട് നിങ്ങൾ ഉമ്മാനെ വാപ്പാന്ന് വാപ്പാനെ ഉമ്മാനെ വിളിക്കല്. അത് വിട്. നമ്മളെ 11ാം നിലയിൽ ഒരു പുര പൂട്ടിട്ടിരിക്കല്ലേ. ഇന്നലെ രാത്രി ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നൊരു നെതല് കണ്ടോന്നൊരു സംശയം. ഏയ് അത് ദേവയാനി അയക്കുന്നു. ആളില്ലാത്ത 2-3 ഫ്ലാറ്റ് ഓളെല്ലാം അടിക്കാൻ തുടക്കാനൊക്കെ ഏൽപ്പിച്ച് പാതിരാക്കല്ലേ അടിച്ചു കൊടുക്കല്. ഏടാ ഓൾ 6 മണിയായ പോലെ 6ാമത്തെ നിലയിലെ 605 ആളില്ലാതെ കിടക്കുക. ആകുമ്പോൾ പട്ടാളം മേനം വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെതിരെയുള്ള അമ്മാളും അമ്മാവിന് വെറ്റില വാങ്ങി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അതിനകത്ത് ആളെടുക്കും. ഞാൻ പോയി തട്ടി നോക്കി, പിന്നെ ആളെടുക്കില്ല. ഇത് വലിയ കഷ്ടാണ്. പണ്ടൊക്കെ നമ്മളെ പോരന്റെ 5 കാട് അപ്പുറപ്പുറമുള്ള ആളുകൾ നമ്മക്കറിയാം. ഇപ്പൊ ഈ ബ്ലാറ്റ് വന്നപ്പോ ആൾക്കാരൊക്കെ അടിച്ചു കൂട്ടി അതിനകത്ത് ഇരിക്കുക. തൊട്ടടുത്തുള്ളത് ജാഫറാണോ ഷെരീഫാണോ മൊയ്തീനാണോ അഹമ്മദാണോ എന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. എന്താ കാര്യം? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സർദാർജിയുടെ മകളെ കാണാനില്ല. ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞ 5 മണിക്ക് ഇവിടുന്ന് പോയതാ. അവിടെ വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ചെന്നിട്ടില്ലെന്ന് അവര്. തോന്നിയാസല്ല രാമേട്ട. ഇമ്പളാ മേനോന്റെ ചെക്കല്ലേ ആ ഓനും ഇയാളെ മോളും കൂടി ഇമ്പളെ കാർ പാർക്കിൽ ചുംബന സംഭരണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഉണ്ടാ മങ്ങളെ വിളിക്കണ്ട്. കാണാൻ പറ്റില്ലെങ്കിൽ ഒച്ചെങ്കിലും കേൾക്കാൻ. ആ കുട്ടി സ്കൂട്ടിയിലല്ലേ സാധാരണ? സ്കൂട്ടിയിലെ പോവല്. നിങ്ങൾ ആ വണ്ടി ഉണ്ടോ നോക്കിട്ടോ? ഞാൻ ഒന്ന് പോയിക്ക് വരാൻ. ഏതെങ്കിലും കൂട്ടുകാരുമായിട്ട് കൂടിയിട്ടുണ്ടാവും. നിങ്ങൾ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലാരെങ്കിലും ഫോൺ ചെയ്ത് നോക്ക്. മുഹമ്മദാ സർദാർജിയുടെ മോളെ രാമേട്ടാ സ്കൂട്ടി അവിടെ ഉണ്ട്. കുഞ്ഞിക്കാ നീ വന്നേ. ഗുരുജി तुम सब मेरे साथ आइए. ठीक है നിങ്ങൾ മേനോ സാറിന്റെ കയ്യിൽ നിന്ന് 605 താക്കോല് വാങ്ങി. എന്തിനാ തുറക്കുന്നത്? ഇതിലാരുമില്ല. അകത്താരം ഉണ്ട് സാർ. വാതിൽ തുറക്ക്. പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ ആര് കയറാനാ? വാതിൽ തുറക്കുന്നോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. வரும்போது மம்முக்காயா வந்து அந்த வீட்டில் ஏதோ ஒரு ஷேடோ இருக்கு சொன்னார்ல. அது மோகன்லால் கேட்டார்ல நடந்து வரும்போது. അല്ല രണ്ടുപേരും അകത്ത് കയറി നോക്ക്. என்னாச்சு? ரைட்ரா சரி. എന്റെ മോൻ ആരെ കെട്ടണമെന്ന് അസോസിയേഷനിൽ കൂട്ടിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. तुम्हारे बेटे ने बहुत गलत गलत काम किया. ഇത് നല്ല കച്ചറയാണ് ലക്ഷണം കിട്ടോ. ഞാനൊരു തീരുമാനം പറയാം. കൃഷ്ണമൂർത്തി സാറേ, ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ മാത്രമല്ല ഈ നാട്ടുകാർ തന്നെ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ് താൻ. ഇല്ലില്ല സാറ് തന്നെ ഒരു തീരുമാനം എടുക്കും. നിങ്ങൾ ആരെയും പേടിക്കണ്ട. മനസ്സിലുള്ള കാര്യം തുറന്നു പറയുക. മോന് ഈ കുട്ടിയെ ഇഷ്ടമാണ്. അതെ. നോക്കോ, വിവാഹം കഴിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേർക്കും താല്പര്യം. അപ്പൊ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നാണോ? 2 നാട് 2 ഭാഷ 2 സംസ്കാരം 2 ആചാരം. ഇതെങ്ങനെ ഒത്തുപോകും? ഇത് എവിടെയെങ്കിലും വെച്ച് അതൊക്കെ അന്നത്തെ കാലം വേണ്ടേ. ഒരു കാര്യം നിങ്ങൾ 2 കൂട്ടരും മനസ്സിലാക്കണം. ഇക്കാലത്ത് ഒരു പട്ടിയെ വാങ്ങിച്ചാലും പശുവിനെ വാങ്ങുന്ന പെഡിഗ്രിയാണ്. അതായത് പാരമ്പര്യം. രഘുവീർ സിംഗിന്റെ തറവാട് വലിയ തറവാടാണ്. മേനന്റെ അതെ. ആ മാന്യത ഈ കുട്ടികൾക്കുണ്ട്. അത് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾ 2 പേരും വൈകുന്നേരം എൻ്റെ ഫ്ലാറ്റിലോട്ടൊന്ന് വരണം, കുടുംബസമേതം. അവിടെ വെച്ച് നമുക്കിതിൻ്റെ അവസാന തീരുമാനം എടുക്കാം. கம்மாட்டி படம் ஓடிட்டு இருக்கா? பேனர் இருந்தது. ഇത് എഴുതിട്ടാറില്ല. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? ഞാനൊരാളെ കണ്ടു. ആരെ? വാസുവിനെ പോലെ ഒരാളെ. അല്ല, വാസു തന്നെ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ കഴിയുന്നതിന് മുമ്പ് അവൻ എങ്ങോട്ടോ നടന്നുപോയി. നീ ഉടനെ നന്ദിനിയുടെ അടുത്തേക്ക് പോകണം. ഈ നമ്പറിൽ നിന്നല്ലാതെ ജയരാമൻ വിളിച്ചാൽ പോലും
ഞാൻ നന്ദിനിയെ പറ്റി സംസാരിക്കില്ല. പോരെ? അത് മതി. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദേ തൻ്റെ രാമച്ചൻ വന്നിട്ടുണ്ട്. ബോത്ത് ഓഫ് യു ഹാവ് ഗുഡ് വീക്കെൻഡ്. ഈ രാമച്ചൻ ഇതെന്തു പറ്റി? ആർക്കും വേണ്ടാത്തിന് ഏത് പൂച്ചാണ്ടി പിടിച്ചോണ്ട് പോവാനാ? മോളെ ആർക്കും വേണ്ടെന്ന് ആരാ പറഞ്ഞേ? ഈ രാമച്ചന് വേണം. ചുമ്മാ അല്ല എല്ലാരും പറഞ്ഞ രാമച്ചൻ നല്ല കള്ളനാന്ന്. കണ്ണുടങ്ങി പിന്നെ എങ്ങനെ ഇപ്പൊ ബോൾ വരുന്നുണ്ടേ? അതൊരു ട്രിക്കാണ്. പിന്നെ എന്തൊക്കെ നുണകളാ രാമച്ചനോട് പറഞ്ഞേ? അച്ഛനെ കൊണ്ടുവരും, അമ്മയെ കൊണ്ടുവരും, ആന വരും, അമ്പാരി വരും. പണ്ട് ലുണമിഠായിക്ക് വാങ്ങി തന്നപ്പോ ഞാൻ അതൊക്കെ വിശ്വസിച്ചു. இந்த பாட்டு ரீல்ஸில் வந்துருக்கா நிறைய. அந்த காது குத்துற குழந்தை காது குத்துவாங்கல்ல, அப்போ இந்த சாங் தான் வரும். ஊட்டி சைடில் இருக்காங்களா? தமிழ் பேசினாங்கல்ல. டாஃபே தான்டா அது. அது பழம் போடும் போது கூட பாரு, அது ஆன் ஒரு வார்த்தை கற்றுக்கு அப்போ தான் போடுறது. ஓ, இயரிங் சென்ஸும் பயங்கரமாக. വെരി ഗുഡ്. ഇങ്ങനെ എൻ്റെ ക്യൂ ഫോളോ. ഓ, എല്ലാവരുമേ. ആ, പ്രോഗ്രാമിന് ബോർഡംഗങ്ങൾ എല്ലാവരും ഉണ്ടാവും. തൻ്റെ ജോലി ഉറപ്പാകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പഠിച്ചതെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പുണ്യമാണല്ലോ. ഈശ്വരൻ നമുക്ക് ചില കുറവുകൾ തരുമ്പോൾ അതിന് പരിഹാരമായ കുറേ സിദ്ധികളും തരും. ഇവിടുത്തെ കുട്ടികളിലെല്ലാം ഞാൻ അത് കണ്ടിട്ടുണ്ട്. അന്ധനായി ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ലോകമുള്ളത് അതുപോലെയാണ്. ആ, രാമേട്ടൻ്റെ ഇന്നത്തെ ഇവിടുത്തെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞോ? ഗംഗയ്ക്ക് ഡ്യൂട്ടി ഇല്ലേ? ലോ ആൻഡ് ഓർഡറിലേക്ക് ട്രാൻസ്ഫർ ആയി. നാളെ ജോയിൻ ചെയ്യും. അതുകൊണ്ട് കാലത്തൊന്ന് അടുക്കളയിൽ കയറി അച്ഛന് ഇഷ്ടപ്പെട്ട അമ്മയുടെ ചില പാചകങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി ഒരു സ്പെഷ്യൽ ലഞ്ച് ഉണ്ടായിക്കൊണ്ട് വന്നാ. എന്ത് വാക്കത്തിലായിക്കോട്ടെ ഓനോട് കച്ചറ. അപ്പൊ നീയാണല്ലേ ഇപ്പൊ എന്റെ ഭാര്യയുടെ മറ്റവൻ? ഭാര്യ പണ്ടായിരുന്നില്ലേ, ഒഴിഞ്ഞു പോയതല്ലേ മറ്റൊരാളെ. പിന്നെ എപ്പോഴും അവകാശം ചോദിച്ചു വന്നിരിക്കും. താൻ തന്നെ പറഞ്ഞില്ലേ ഭാര്യയുടെ മറ്റവൻ. അത് കച്ചറാക്കല്ലേ മൊയ്യനെ. അതിന്റെ പേര് ദുൽഖർ സൽമാൻ. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞു തീർത്താ പോരെ? അത് ഈ 10 ആള് കൂടുന്നിടത്ത് വേണോ? ഇപ്പൊ ഞാൻ പോവാ. പോലീസിനെയും പട്ടാളത്തിനൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കില്ലേ. നിന്റെ ആ അനിയൻ തണ്ടിയെ പിന്നെ ഈ പൊട്ടക്കണ്ണനെ ഒരു ദിവസം കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. ഓർത്തോ? ഇത്രയധികം പണം ഇപ്പൊ എന്തിനാ ബാങ്കിൽ നിന്ന് എടുത്തത്? ഇത് ഞാൻ നന്ദിനിയുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് വെച്ചതാ. അതിന് ഇവിടെ വേണ്ട. നീ ഇത് അവളുടെ ഊട്ടിയിലെ അക്കൗണ്ടിൽ കൊണ്ടുപോകണം. നേരിട്ട് ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോരെ? പോരാ, എൻ്റെ അക്കൗണ്ട്സ് ഇപ്പോൾ ആരൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ട്. ആർക്കാ പണം വെച്ചെന്ന് ആരും അറിയണ്ട. இவரையும் அவங்க ஹெல்ப் பண்ணுறாரு. அவங்க கில்ட்டாக ஃபீல் பண்ணுறதுனாலயா தெரியல. நம்பிக்கையான ஆள் இவர் மட்டும் தான் இருக்குது. அவங்க ஃபேமிலியாக இருந்துச்சு அதனாலயா இவரா? ഇപ്പം ഞാൻ അവളെ കാണാൻ പോകുന്ന അപകടമാണ്. എൻ്റെ പിന്നാലെ നിഴല് പോലെ അവനുണ്ട് വാസു. അവൻ്റെ ഉദ്ദേശം നന്ദിനിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ നിന്നോടൊന്നും മറച്ചു വെക്കുന്നില്ല. വാസു ഇവരാ സമുദ്രഗിരിതാണാ? ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അന്ന് വാസുവിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പലരും പലപ്പോഴായി പലയിടത്ത് വെച്ച് മരിച്ചു. എനിക്ക് തോന്നില്ല ഇനി ആ കാശ് കിട്ടും. നീ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഉറപ്പിക്കാം. പക്ഷെ ചെലവുള്ള കാശിന്റെ വഴിയൂടെ കണ്ടോണം കേട്ടോ. ഇതാ ഇത് പിടിക്ക്. ഇതെന്താ? ഇത് സർദാർജി തന്നതാ. നിക്കാഹിന് കൂടാനതാ. എല്ലാവർക്കും പച്ച നീലും മഞ്ഞ നിറത്തിലൊക്കെ. രാമേട്ട ഒന്ന് വായിക്കേ. എന്ത് പറ്റി? ആമേന്റെ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടല്. അത് വാങ്ങിച്ചോ. सत श्री अकाल सर, आपके कारण हमारी बेटी की इज्जत बरकरार है और आज शाम को फंक्शन है. आप जरूर आइए और हमारी बेटी को आशीर्वाद दीजिए. हाँ जी, मैं जरूर आऊँगा.
ഇവിടുത്തെ പണിക്കാർക്കൊക്കെ കൈ നിറയെ മെയ്ഡ് മാതിരി ഇല്ലേടാ ഇത്. എനിക്കും കിട്ടി ഒരു ഗാഗ ചോളി. ആ ജയരാമ വൈകുന്നേരം താഴത്തെ ആട്ടോ പാട്ടോ കഴിയുമ്പം നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാം. ശാരദ സൂക്ഷിച്ചു വെച്ചു. രാമേട്ടാ നല്ല രസമുണ്ട് രാമേട്ടനെ കാണാൻ. ഒരു തലേ ഒന്ന് തൊട്ടു നോക്ക്. ഒരു പഞ്ചാബി ചെക്കൻ ഞാൻ പഞ്ചാബിയാണെന്ന് കരുതിയിട്ടേ എന്നോട് ശൃംഗരിക്കാൻ വന്നു. ഞാൻ മലയാളം പറഞ്ഞപ്പോ അവന് ഓടി. ആ ചെറുക്കൻ രക്ഷപ്പെട്ടു. ഇഷ്ടാണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പച്ചമുളകിട്ട് നല്ല എരിയുള്ള സ്റ്റൂ വേണം. എങ്കിലേ കഴിക്കാനൊരു സുഖമുള്ളൂ. കള്ളൊഴിച്ചുണ്ടാക്കണം, അല്ലാതെ ഇതുപോലെ ഈസ്റ്റിട്ട് പുളിപ്പിച്ചിട്ട്. അപ്പൊ എന്നെ ഇഷ്ടമാണല്ലേ എന്നാ ഞാൻ ചോദിച്ചത്, അല്ലാതെ ഈ കള്ളപ്പത്തിന്റെ കാര്യമല്ല. അത് പറയാൻ മാത്രം എന്താ ഇത്ര മടി? അതെ, ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ വൃത്തികെട്ടവനെ എന്റെ നേരെ ചാടാൻ വന്നപ്പോ മുമ്പിൽ കയറി നിന്നത്? ഇല്ലെങ്കിൽ അവൻ നിന്നെ ചവിട്ടി കയറി അടുപ്പത്ത് വെച്ചാൽ. ഇതാണ് ഈ കാലത്ത് ആരും സഹായിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ശരി, ഞാനൊരു സെൽഫി എടുക്കാം. സെൽഫി. കുൽഫി ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ എടുത്ത് തിന്നോളാം. നീ ആ താത്ത പെണ്ണുങ്ങൾ ആൾക്കാരെ കൊണ്ട് ഓരോ പറയിപ്പിക്കാതെ. ഇവിടെ തന്നെയല്ലേ നമ്മളെ കാണും. ഒരു ഫോട്ടോ എടുക്ക കുഞ്ഞിക്ക. ഇത്രയും നല്ല വേഷമൊന്നും ഇനി ഇടാൻ പറ്റില്ല. നോക്കട്ടെ. കൊള്ളാം കൊള്ളാം. രാമേട്ടാ ഓളെ കാണാൻ നല്ല രസം കിട്ടും. അടിച്ചു തളിക്കാരിയാന്ന് ഓളെ കണ്ടാ പറയും. അല്ലാന്ന് ഇങ്ങക്ക് ഓളെ കിണിക്കൂടെ? ഓക്കൊരണിയാ ഇങ്ങക്ക് തുണിയെ. നീ കുഞ്ഞിക്കയുടെ കൂടെ ചേർന്ന് വൃത്തിയിട്ടാണ്. നീ വല്ലതും വാങ്ങിച്ച് കഴിച്ചിട്ട് വീട്ടിൽ പടാ. ഇതൊന്നും എല്ലാ ദിവസവും കിട്ടൂല. അല്ല മോനെ, ഈ ദോശ അല്ലാണ്ട് നെയ്ച്ചോറ് കോഴി ബിരിയാണി ഒന്നും ഉണ്ടാവില്ലേ? സർദാർജിയുടെ കല്യാണത്തിന് കോഴി ബിരിയാണി. അന്ന് പഞ്ചാബിൽ കോഴി ഉണ്ടാവില്ല. അമ്മ സിംഗ് ரூம்குள்ள மாட்டிட்டு பாட்டு பாடுறியா? தோமா வந்துட்டாரு. பணத்தை அடிக்கலான்னு பார்க்குறாங்களோ? இவருக்கு எல்லாமே தெரியும்ல. ஆ ஆமாம். பின்னாடி யாருன்னா இருந்தால் கூட சென்ஸ் பண்ணுவார். സാറേ, സാറേ ബൊക്കണേശാണ്. இப்போ அட்வான்டேஜ் வந்து மோகன்லாலுக்கு. ஏன்னா அவர் எல்லாமே ஆல்ரெடி இருட்டு தானே. ஆப்பனண்ட் ஆள் வந்து இருட்டில் தானே. கலரி தெரியும்ல. ஆஹா, இவர் அவர் தொட்டுலாம் பார்த்துட்டார்ல. எவ்வளோ ஹைட்டு. ஏன் இது இவர் வரும் இந்த மாதிரி பண்ணுறோம் சீக்வன்ஸு? இன்னும் பிளாக் அவுட் ஆகிட்டு இருக்கு. அந்த இது பஞ்சாபி ஃபேமிலி வந்து கூப்பிடும் போதே வந்துட்டுக்கலாம்ல. யாரா பஞ்சாபி ஃபேமிலி பார்ட்டிக்கு வந்துட்டுக்கலாம்ல. மேலே என்ன பண்ணிட்டு இருக்காரு அவரு. ஊசிய அவங்க வந்து எடுக்கல போல மேடு. இல்லை தனியாக எதோ இதில் போட்டு சார் பையில பார்த்துட்டாங்க. கவலை போகிறாங்க. இவர் தான் அந்த ஒரிஜினல் ஸ்டோரி வச்சு பெஞ்சி பண்ணிக்க.
ചേമൻ പിന്നെ വലിയടോ വാ സമ ചാട്ടില്ല ஸ்மெல்லு தெரிஞ்சிச்சு ஸ்மெல் வச்சு கண்டுபிடிச்சது. ஆனால் இங்கே வேணாம்னு நினைக்கிறாரோ. ஸோ ஆமாம் ஆமாம், ஏன்னா அவர் ஸ்டார்டிங்கில் ஒருத்தர் ஸ்மெல்லு வச்சே கண்டுபிடிச்சாரு. பார்த்தியா, தப்பு பண்ணிட்டீங்களே. இன்டிமிஷனா அதான் അവർ ഫാമിലി തന്നെ വൈഫിലാണ് കുഞ്ഞു മുഹമ്മദ് ഇവിടുത്തെ സെക്യൂരിറ്റിയാ. കുഞ്ഞു മുഹമ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ആദ്യം ശവം കണ്ടതാണ്. അത് നമ്മൾ തന്നെ. എടോ, തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താൻ കണ്ടത്? അതെ. ആ, അപ്പം ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മളെ. അത് പോട്ടെ, തന്നെ ആരാ വിളിച്ചുകൊണ്ട് പോയി? ജയരാമൻ. എടോ, അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത്? അതെ. ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മളെന്നെ. പറഞ്ഞു. സംഭവം നടക്കുമ്പോ താൻ എവിടെ ആയിരുന്നു? നമ്മളിവിടെ താഴത്ത്. ഇക്കയുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഓ, അതൊരു 3-4 കഴിഞ്ഞു. എല്ലാവർക്കും സുഖാണോ? ഓ, പരമസുഖം. നമ്മളെ കാര്യം പോക്ക് ഇവിടെ സെക്യൂരിറ്റി അല്ലേ. അപ്പോ സംഭവം കണ്ട ജയരാമൻ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ? അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് അതെങ്ങനെ താൻ കാണുന്ന ആള് മരിച്ചപ്പോ താൻ കല്യാണ സ്ഥലത്തല്ലായിരുന്നോ? അതെ. ആള് മരിച്ചത് താൻ എങ്ങനെ അറിഞ്ഞേ? ജയരാമൻ കൂവി വിളിച്ചപ്പോ. എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചുകൊണ്ട് പോയത്? അതെ. അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന്? അതെ. അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചു തന്നത്? അതെ. ആ, അപ്പൊ ആദ്യം ശവം കണ്ടതാരാ? ആദ്യം കണ്ടി നമ്മള്. എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ആ, എന്നിട്ട് 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 എന്നിട്ടെന്താ അയാൾ മരിച്ചു. അതിലൂടെ താൻ കണ്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് ബീരാനോടും റഹ്മാനോടും പറഞ്ഞു പോലീസിനെ അറിയിക്കാൻ. ബീരാനും റഹ്മാനും അതെ, അവരാണ് വിളിച്ചത്. അതെ. എന്നിട്ട് അവരെവിടെ? അവരോടെ ഉണ്ട്. ആരാ ബീരാൻ? ആരാണ് ബീരാൻ എന്ന് എനിക്കറിയില്ല. നീയാണോ റഹ്മാൻ? അല്ല സാർ. എന്താ നിന്റെ പേര്? രാഘവൻ. അപ്പൊ നിന്റെ പേരെന്താ? പോലീസിന് വിളിച്ച് നിങ്ങളാണോടാ? അതെ സാർ. പിന്നെ ഈ പൊട്ടം പറഞ്ഞ ബീരാനും റഹ്മാനും കൂടിയാണെന്ന് അവന്മാരെവിടാ? അങ്ങനെ 2 ആൾക്കാർ ഇവിടെ ഇല്ല സാർ. സാർ, ഇയാൾ പറയുന്ന ആരാടാ ജയരാമൻ? ആ നിൽക്കുന്ന മനുഷ്യൻ. താനാണോടോ ഈ വിവരദോഷിയെ മോളിൽ കൊണ്ട് ആദ്യം ശവം കാണിച്ചത്? അതെ സാർ. പിന്നെ ഇയാളെങ്ങനെയാണോ പറയുന്നത് ഇയാളാണ് ആദ്യം ശവം കണ്ടതെന്ന്? അത് സത്യമാണ് സാർ. എന്ത് സത്യം? ആദ്യം കണ്ടത് കുഞ്ഞിക്കയാണ് സാർ. എടോ, ഞാൻ പറയാൻ വരുന്ന നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. താനല്ലേ പറഞ്ഞത് താനാണ് സംഭവ സ്ഥലത്ത് ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയത്? അതെ സാർ. അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത്? അല്ല സാർ, എടോ, താൻ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക ശവം കണ്ടത്? അതെ സാർ. അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത്? അല്ല സാർ, കുഞ്ഞിക്കാണ്. നിങ്ങളിത് കളിക്കാനുള്ള പന്തികളാ. നീ കാണാത്തങ്ങളാണ് ഇവ കാണുന്നത്. അല്ല സാർ, ഞാൻ അന്ധനാണ്. കുറച്ചാണ് മുമ്പിലാണ് നീ പറഞ്ഞത് നിന്റെ പേര് ജയരാമനാണ്. പെട്ടെന്ന് നീ ഇപ്പം നന്ദനായ. എടോ, ഇവന്മാരൊക്കെ തട്ടിപ്പ് എല്ലാത്തിനും വണ്ടി. ഞാൻ അന്ധനാണ്. കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണ് കാണാൻ പറ്റില്ല സാർ. ഇല്ല കാണൂല. കംപ്ലീറ്റ് ഇഷ്ട കണ്ട കാണൂല.
കണ്ണ് കാണാൻ പാടില്ലാത്ത നീ എങ്ങനെയാടാ പിന്നെ സംഭവം ആദ്യം കണ്ടത്? അതല്ലേ ഹിമാർ എന്നോട് പറഞ്ഞു നമ്മൾ ആദ്യം കണ്ടത്. കൂമ്പിയമായിട്ടുന്നില്ല. നിനക്ക് നേരത്തെ ആയിരുന്നു പന്നി ഇവര് കണ്ണ് കാണാൻ പാടില്ലാന്ന്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ചോദിക്കുന്ന മറുപടി അറിയാൻ മതി. പിടിച്ച എല്ലാത്തിനും വണ്ടി കേട്ടോ. മര്യാദയ്ക്ക് വെച്ച് ഇവന്മാരൊന്നും സത്യം പറയൂല. പുള്ളിക്ക് മേളിൽ നിന്ന് നല്ല പ്രശ്നമുണ്ടോ. ഇതിപ്പോ മരിച്ചത് പഴയ ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് കേസ് പെട്ടെന്ന് തെളിയിച്ചില്ലെങ്കിലേ അല്ലെങ്കിൽ വിളിക്കാം. അയാളെങ്ങാനും ഇവന്റെ അടുത്ത് കൂടെ പോയാൽ അപ്പം ഇവൻ പോക്കിയിരിക്കും. ദിവസവും ആരൊക്കെ തീരെ മനസ്സില്ലാതെയാണ് ഞാനിത് ചെയ്യുന്നത്. നിന്റെ നിർബന്ധം കൊണ്ട് ഒന്നുകൂടി ഒന്ന് പിന്നീട് ചെയ്തത് തെറ്റായിപ്പോയി, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊന്നും തോന്നരുത്. ചേട്ടൻ എന്നെ സഹായിക്കുകയാണെന്ന് മാത്രം കരുതിയാൽ മതി. പണം ഇവിടെ തന്നെ ഇരിക്കും. വേണ്ടപ്പോൾ ഞാൻ പറയാം. അല്ല, അപ്പം നന്ദിനിയുടെ കാര്യം? സ്കൂളിൽ നിന്ന് ഇവിടെ വിളിക്കൂ. ചോദിച്ചാൽ പിള്ളച്ചേട്ടൻ ഒന്നും പറയണ്ട. ஏதோ பிளான் பண்றாரு நினைக்கிறேன். அவனை கரெக்டா ஒரு தெரியுதுன்னு நினைக்கிறேன். ஸ்மெல்லு அதான். ഹലോ കണ്ണ, അല്ല കല്യാണത്തിൻ്റെ കാര്യമൊക്കെ തയ്യാറാക്കിക്കൊള്ളു. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. അന്തസ്സായി തന്നെ ആയിക്കോട്ടെ. കാശൊക്കെ തരായിട്ടുണ്ട്. എങ്ങനെ എവിടെ നിന്നൊന്നും നീ അറിയണ്ട. ഈ ശനിയാഴ്ച വന്ന് പിള്ളച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ആ കാശ് വാങ്ങി. ചുച്ചു கால் ஏற்றிச்சேன்னா தலையிலையும் இல்லை இல்லை தலையில் இல்லை காலில் எஸ்கேப்டா ഇങ്ങനെ അറിയാം ആരോ പിടിച്ച് തള്ളിയതാണോ? ജയരാമൻ എന്നോട് പറഞ്ഞു. സാർ അവൻ പറയുന്ന ഒരു ഒറ്റ അക്ഷരം വിശ്വസിക്കാൻ കൊള്ളില്ല. കണ്ണുള്ളവരാരും കാണാത്തൊരു കൊലപാതകയെ കണ്ണില്ലാത്ത ഇവൻ മാത്രം കണ്ടു. സാർ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു കഥ? സാർ ഇത് അവൻ്റെ ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. സാറൊന്ന് കണ്ണടച്ച അവനെ കൊണ്ട് തത്തമ്മ പറയിക്കുന്ന പോലെ കാര്യങ്ങൾ ഞാൻ പറയും. ഒന്ന് ചുമ്മായിരുന്നു. ശരിക്കുള്ള തെളിവിട്ട ഒരുത്തനെടുത്ത് തല്ലാനും കൊല്ലാനും ഒന്നും പറ്റുക. കണ്ണു കാണാൻ പാടില്ലാത്ത ഒരുത്തൻ അത് മതി പുകലിന്. പിന്നെ മീഡിയ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം കൂടെ തന്നെ എടുത്തപ്പോൾ ഫോണോ കൊടുക്കുന്നു. സർ ആ ഓട്ടോക്കാരനെ കിട്ടിയിട്ടുണ്ട്. ആ വിളി. അയ്യടാ നീ ആയിരുന്ന സാർ. ഇവനറിയില്ലേ, മാലബാബു. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മിന്നുന്ന എന്ത് കണ്ടാലും ഇവന്റെ കൈ ധരിക്കും. ആളിവൻ തന്നെ. സാർ ഒന്നകത്തോട്ട് എഴുതി പെരുമാറിയോ പറയിക്കാൻ സാർ. തനിക്ക് ഒറ്റ വഴി അറിയാവുള്ളൂ. താനെന്തിനാ അന്ന് രാത്രി ഫ്ലാറ്റിൽ പോയത്? ആശുപത്രിയിൽ നിന്ന് അമ്മയും കുട്ടിയും. നിന്റെ അമ്മയും കുട്ടിയോ? എന്താ തപ്പുന്നേ? അമ്മയും കുട്ടിയും വിടാൻ വന്നത്. ആരമ്മ? കുട്ടിയുടെ അമ്മ. ഏത് കുട്ടി? അമ്മയുടെ കുട്ടിക്കൊന്നും പേരിടാ. തിരിച്ചു പോരാൻ നേരത്തെ ഒരാൾ ഓടി വന്ന് വണ്ടി. അതാരായിരുന്നു സാറേ? ഒരാള്. ആൾക്ക് പേരില്ലടാ. സാർ ഇവന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് വിശദമായിട്ടൊന്ന് ചോദിക്കട്ടെ. വാടാ. അത് 150 220. ആ നോട്ടിങ്ങെടുത്തേ. അത് രാവിലെ വീട്ടിൽ മീൻ വാങ്ങാൻ കൊടുത്തു സാർ. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആളെ പിടിക്കായിരുന്നു സാർ. എങ്ങനെ? സാർ ഞാൻ പൊക്കോട്ടെ. താങ്ക് യു സാർ. സാർ എന്നാ ഞാനും ആയിക്കോട്ടെ. എന്നിട്ട് നീ മീൻ ഏത് കടന്നാടാ? താൻ നീ ഒരു അക്ഷരം വേണ്ടി പോയി ചോദിക്കണ്ടൊക്കെ ഞാൻ. ஒன்றும் நல்லா தெரியுமா ஸ்மெல்லு? தெரியாத நடிப்பார் நடிக்கிறீங்களா? ஃபைட். ஓ யாரா? யாருமே இல்லையடா.
இது எத்தனாவது ஃப்ளோர்னு இருக்கு தெரியுமா? தெரிஞ்சிருக்க வாய்ப்புகள் இருக்குது. அதுவும் எண்ணிருப்பாரு கிரவுண்ட் ஃப்ளோருக்கு. இல்லை அவன் எத்தனை ஸ்டெப் போனான்னு தான் என்ன நினைக்கிறேன். இல்லை இப்போ அங்கேருந்து கிரவுண்ட் ஃப்ளோர் கிளிக் பண்ணியிருந்தா எத்தனை ஃப்ளோர் தெரிஞ்சிருக்கோம். മൂർത്തി സാറിനെ കൊന്നവൻ ഇവിടെ ഉണ്ട്. കേട്ടുപോട്ടെ, ആരെയും പുറത്തു വിട്ടാ ആരെങ്കിലും പോലീസിൽ ഫോൺ ചെയ്യും. 11ാമത്തെ നിലയിൽ ഏതൊരു ഫ്ലാറ്റിലുണ്ടവൻ. எத்தனை ஃப்ளோர்னு தெரியுது வேறு ஸ்டெப்பு தான் அவர் என்றாரு. ஸ்டெப்பு தான்டா. அதான்டா. இல்லை நீ ஃப்ளோர் கேட்டல, அவர் கிரவுண்ட் ஃப்ளோர் கிளிக் பண்ணி எண்ணிருப்பாரு. செகண்ட் செகண்ட் கீழே போகுது. നിങ്ങൾ നല്ല ആമിൻത നിങ്ങളല്ലാണ്ട് അകത്ത് വേറെ ആരുണ്ടോ? ഇല്ല, ഞാനും മോള് മാത്രമേ ഉള്ളൂ. എന്തേ വീട്ടിലെ ആൺമകളോടൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ പറയും. ചേട്ടാ എന്താ ഫ്ലോർ മാറിച്ചോ? നമ്മളൊരാളെ തപ്പുക. ഓ എല്ലാ ഫ്ലോറിലും அந்த നമ്പർ மட்டும் രാമേട്ടാ, ഇത് നമ്മൾ അമേരിക്കയിലെ വിജയന്റെ ഫ്ലാറ്റാ. മൂപ്പര് പൂട്ടിട്ട് പോയത്. അവിടെ ആരും ഇല്ല. കുഞ്ഞിക്ക നിങ്ങളല്ലേ പറഞ്ഞേ ഇവിടെ രാത്രിയിൽ ലൈറ്റ് കണ്ടെന്ന്? അയാൾക്ക് ഭ്രാന്താണ്. ഭ്രാന്തന്റെ നമുക്ക് നായിണ്ടോനെ. ജയരാമ ആദ്യം നമ്മൾ കണ്ടത് തന്നെ. അതിലാരുമില്ല. 2 ദിവസം മുമ്പ് ഞാൻ അടിച്ചുവാരി പൂട്ടിയതേ ഉള്ളൂ. അതെങ്ങനെ കുഞ്ഞിക്ക നിങ്ങൾ താക്കോൽ എടുത്തിട്ട് വാ. ലിഫ്റ്റ് കൂട്ടല്ലേ? ആരുണ്ട്? നമ്മളുണ്ട്. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നേ? ഇവിടെ ഒന്നും ആരും വന്നിട്ടില്ല. 1 5 பயங்கரமா இல்ல? வேற யாரும் ஃப்ளாட்டா என்னடா இது? இல்லை பூட்டி இந்த வீட்டுக்குள்ளேருந்து சவுந்தரமணி நல்ல பேர் வாங்குறாரோ தெரியலையே. ஃப்ளாட்டில் இருக்கிறவங்க மற்றவங்க மத்தியில் மாட்டினார். இது பொண்ணோட மெய்டா. அவர் லுக் விட்டாலே. ஆமாம், இங்கே யாரும் இல்லை. ஆமாம், തമ്പിയെ വെച്ച് തിരിടലാൻ പാത്തിരിക്കാളോ. ഇതിന്റെ റാപ്പറിൽ ബാങ്കിന് സ്റ്റാമ്പുണ്ട്. ഈ പണം ഇവന്റെ കയ്യിൽ എങ്ങനെ? മരിച്ച ദിവസം കാലത്ത് എന്റെ സങ്കടം കേട്ടപ്പോ എനിക്ക് മൂർത്തി സാർ തന്നതാ സാറ്. എന്തിനു? ബാംഗ്ലൂർ ഇവന്റെ പണിസ്ഥലത്ത് പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോ ആ പണി പോയി. ഈശ്വരനാണ് സത്യവാ സാറ്. ഇവൻ ആരെയും കൊന്നിട്ടില്ല. അയാളുടെ കയ്യിൽ ഇത്രയും പണം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാമായിരുന്നു? അറിയായിരുന്നു. എങ്ങനെ? സ്മെൽ தெரியும்லடா. നിനക്ക് ഇവനെ സംശയമുണ്ടോ? സാർ ഇവനല്ല സാർ. അതെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? സാർ ഇങ്ങനെ ഒരു ചുറ്റുപാടായോണ്ട് പറയുക, ഈ ജയരാമനും ദേവയാനും തമ്മിൽ എന്തൊക്കെ തരികിടയുണ്ട്. അത് ഫ്ലാറ്റിലേക്ക് പാട്ടാ. അത് ശരിയാ. അത് തന്നെയാണ് സത്യം. കൊന്നത് ഇവൻ തന്നെ. 3 പേരോട് പ്ലാൻ ചെയ്ത് കൊന്നതാ. എന്നിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്തൊരു കൊലപാതകം ഇവൻ മെനഞ്ഞെടുക്കാൻ നോക്കുന്നത്. ആള് നല്ല ബലിഷ്ഠനായിരുന്നു. പാൻറ്റും ഷർട്ടുമായിരുന്നു വേഷം. മെലിഞ്ഞ് ഒരു 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ടായിരുന്നു. സാറിന് ഏകദേശം 6 അടിയോളം പൊക്കം കഴിഞ്ഞോ? അയാൾക്കൊരു 70-72 കിലോയോളം ഭാരം വരും. എൻ്റെ ഭാരം വെച്ച് ഞാനെടുത്ത് പൊക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ മേൽ വീഴുന്നതായ ഒരു വസ്തുവിൻ്റെ ഭാരം എനിക്ക് ഉദ്ദേശിച്ചു. അയാൾ വലത് കയ്യിൽ വാച്ച് കെട്ടിയിരുന്നു സാർ. സാധാരണ വലത് കൈക്കാരാണ് അങ്ങനെ ചെയ്യാറ്. ദാണ്ട് കിടക്കുന്നു കൊട്ടയം സത്യം വളച്ചോടിക്കാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നേരത്തെ ഇവനല്ലേ പറഞ്ഞേ ആ കൊലയാളി ഒരു ഓട്ടോയിലാണ് രക്ഷപ്പെട്ടു പോയതെന്ന്. ആ ഓട്ടോക്കാരനെ എഴുതി തന്നിരിക്കുന്നു. ഇവൻ പറയുന്ന തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജഡ്ജി ആരെ കൊല്ലാൻ നടക്കുന്നുവെന്നോ അയാൾ അവനെ തേടി നടക്കായിരുന്നെന്നോ എന്തൊക്കെയോ കൊണാന്ന് പറയുന്നു സാർ. ഇവൻ പറയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ വടി പിടിക്കും. അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുക്കാനായിരുന്നു. ഈ മകൾ എവിടെയുണ്ട്? മകളെവിടെണ്ടെന്ന് സാർ ഈ മുറിയിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ അമ്മയും നിന്റെ അമ്മയുടെ നായരൻ ചോദിച്ചാൽ
സാർ എനിക്കൊന്നും അറിയില്ല. ഒരു മകളുണ്ടെന്ന് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. പിറന്ന് വീണ ഇവിടെ തന്നെ കുഴിച്ചു മൂടി ഞാൻ. മനസ്സിലായോ? കുറച്ച് സ്വർണ്ണമുണ്ട്, ക്യാഷ് ആയിട്ട് അതെന്റെയാ. ഏട്ടൻ ഇവിടെ കൊണ്ടൊന്നും ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. ഇത്രയും മുന്നേ ഇവിടെ എങ്ങനെ വന്നു? മൂവാറ്റുപുഴയിൽ ബസ് കയറി വന്നു. കട്ടും മോഷ്ടിച്ചും ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ കുടുംബത്തിന് വന്നിട്ടില്ല. കുടുംബത്തിന്റെ നിലയൊക്കെ പുറത്തറിയാൻ പോകുന്നേ ഉള്ളൂ. പന്നികളി എണീരാ എല്ലാത്തിലും ജയറാമ, തൻ്റെ അമ്മാവൻ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നല്ല ബെസ്റ്റ് പദ്ധതി. കാര്യം പറഞ്ഞില്ല. നന്ദിനിയുടെ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. ജയരാമനോടൊന്ന് അങ്ങോട്ട് വിളിക്കണമെന്ന് പറയാൻ പറഞ്ഞു. അൽഫോൺസ ടീച്ചറാണോ വിളിച്ചത്? അല്ല, ഒരു ആണിന്റെ ശബ്ദമായിരുന്നു. അങ്ങനെ ആരും വിളിക്കാൻ വഴിയില്ല. നീ ഒന്ന് വിളിച്ചു നോക്കാൻ. സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള നമ്പർ ഇവിടുത്തേതാണെന്ന് അവർക്ക് മാത്രമല്ലേ അറിയൂ. പിള്ളച്ചേട്ടാ, ഈ കടയിൽ വേറെ ആരൊക്കെയാണ്? പോസ്റ്റ് ഓഫീസിലെ എൽസാമ്മ മാത്രമേ ഉള്ളൂ. നീ വിളിച്ചോ. കിட்ட വരുവാരോ? ആ ടീച്ചറിന്റെ ഫോണിൽ റേഞ്ച് ഇല്ല. സ്കൂളിൽ വിളിച്ചപ്പോൾ ആരാ വിളിച്ചതെന്ന് അറിയത്തില്ല. ഇനി ആരെങ്കിലും വിളിച്ച് ആരാന്ന് ചോദിച്ചേക്കണേ. ഹലോ, ഒരു പിയേഴ്സും ഒരു ഗില്ലറ്റും. ഹലോ റീഡെയിൽ பண்ணோ. ചേട്ടാ, ഒരു ഫോൺ ചെയ്തോട്ടെ? മിടുക്കൻ, മനസ്സിലായി നിനക്കെന്നെ അല്ലേ? അന്ധത നിന്റെ കണ്ണുകൾക്ക് മാത്രമേ ഉള്ളൂ. നിന്റെ സിദ്ധിയെയും ബുദ്ധിയെയും ശക്തിയെയും അത് ബാധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ആ ഇരുട്ടിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, നന്ദിനി. അവളെയും കൂടെ തേടി പിടിച്ച് എന്റെ കയ്യിലെ മരണക്കൂട്ടൽ അടച്ചാൽ പിന്നെ ഞാൻ മാഞ്ഞു. പേടിപ്പിച്ചിട്ട് എന്നെ പിന്തുടർന്ന് അവളെ കണ്ടുപിടിക്കാനാണ് നിന്റെ ശ്രമം. ഇല്ല, നീ ഒരിക്കലും അവളെ കണ്ടുപിടിക്കില്ല. அப்படி எங்கடா ஒளிச்சு வச்சிருக்காரு? കീസി വാങ്ങിട്ട് എങ്ക ഒളിച്ചു വെച്ചിരിക്കാரு? ഇന്റർനാഷണൽ റോമിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ലോക്കൽ നമ്പർ ട്രാക്ക് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ നമ്പർ ട്രാക്ക് ചെയ്യാൻ. கூட யாரா இருந்தாங்கன்னா இன்னும் ഹെൽപ്ഫുള്ളാ இருக்கும். പിള്ളച്ചേട്ടാ, കടയിൽ ഒരുപാട് ആൾക്കാരുണ്ടോ? 1-2 ആൾക്കാരുണ്ട്. ആളൊഴിയുമ്പോ പറയണേ, ഫോൺ ചെയ്യാനാ. അത്യാവശ്യം ഒരു ഫോൺ ചെയ്യാനുണ്ട്. ജയരാമ, ഇപ്പൊ വിളിച്ചോളൂ. கால் பண்ணிட்ட அப்புறம் இது பண்ணிட்டு நல்லா பார்த்து சொன்ன பொண்ணு. ഞാൻ എന്റെ ഫോൺ എവിടെയോ മറന്നു വെച്ചു. കണ്ടില്ലല്ലോ. വന്നപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ, കിട്ടി. பாரா, நான் இவர் மறைச்சிருந்தானே நின்னாரு. ஏதோ பேசுனது கேட்டுருவோம். இதுதான் സ്റ്റാറാ. ഏതാ ഈ സ്ഥലം? പള്ളിയുടെ വക ഒരു പഴയ സ്കൂളാണ്. ഇപ്പൊ വലിയ രീതിയിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കും. ബാബു, താനൊരു കാര്യം ചെയ്യും. ഞാനിവിടെ നിൽക്കാം. അകത്ത് പോയിട്ട് ആളെ കണ്ട പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അയാളുടെ ശബ്ദം കേട്ടാ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോ എന്ന് എനിക്ക് തിരിച്ചറിയാം. ആൾ അവനാണെങ്കിൽ ഇനി അവൻ രക്ഷപ്പെടാൻ പാടില്ല. ചെല്ല്. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, പുറത്തുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എനിക്ക് തരാനുള്ളതെന്ന് എന്നെ വിട്ടേ. അതിപ്പോ തീർക്കാം. അതിനു മുമ്പ് നിനക്കൊരു പണി. 100 വിളിച്ചിട്ടെ പോലീസിനോട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്യാം.
ജഡ്ജിയെ കൊന്ന ആൾ ഇവിടെ ഉണ്ടെന്ന് വിളിച്ച് പറ. വാസു, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മോഷണവും പിടിച്ചുപറിയൊക്കെ നിർത്തി മര്യാദയ്ക്ക് ഓൾറെഡി അല്പം ദാരിദ്ര്യം മാത്രമുള്ള സമ്പാദ്യമെങ്കിലും എനിക്കിപ്പോൾ മനസമാധാനമുണ്ട്. ഹലോ സർ, ഞാൻ പള്ളിമുക്കിലെ ഓട്ടോ ഡ്രൈവർ ബാബുവാണ്. ജഡ്ജിയെ കൊന്ന ആളിവിടെ ഫോർട്ട് കൊച്ചിയിൽ പണി നടക്കുന്ന സെൻറ്റ് പോൾ സ്കൂളിൻ്റെ അകത്തുണ്ട്. ആ ഇനി നിനക്കുള്ള തന്നേക്കാം. സാർ, അയാളെ എന്നെ കണ്ടു സാർ. സാർ, കുറച്ച് വേഗം വരണം സാർ. സാർ, അയാളെ കൊല്ലാൻ നോക്കുന്നു സാർ. പ്ലീസ് സാർ. No sound is there. ബാബു 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 അയ്യോ കുഞ്ഞി இப்போதான்டா போலீஸ் வந்து இவர் மாட்டிப்பார் பொழுது. எல்லா இடத்துக்கும் வர. ஐயோ பா, എല്ലാ இடத்துலயும் மாட்டிக்கிறாரு. അവര് കത്തൂര് என்னது ഇവനാ? തനിക്ക് ഇവനെ നേരത്തെ അറിയോ? പിന്നെ തേടിയ വള്ളി കാലെ ചുറ്റുന്ന കേട്ടിട്ടില്ല സാറേ. കുറെ നാളായി ഞാനിവനെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. സാറ് പോക്കും, ഇവനെ കൊണ്ട് ഇവന്റെ തന്തേനെയും തള്ളേനെയും കൊന്നത് ഇവനാണെന്ന് വരെ ആണയിട്ട് ഞാൻ പറയിപ്പിക്കാം. സാറ് പോക്കും. അല്ലടാ നിന്റെ കാലൻ. കഴിഞ്ഞ തവണ നീ എൻ്റെ ഇത് രക്ഷപ്പെട്ടു. ഇത്തവണ അത് നടക്കാൻ പോണില്ല. തൂക്കണോ തണ്ടിയെ. ഇതേ കണ്ടോ? ആദ്യം ഇവളെ കൊണ്ട് വീട്ടിൽ വിടും. സാർ, അവസാനമായി എനിക്ക് ഒരു അവസരം കൂടെ തരണം സാർ. എനിക്കിപ്പോ അറിയാം അയാൾ അവിടെ ഉണ്ടെന്ന്. സാർ, ഇനി തളരുത്, തളരുത്. ആ പുറത്തോട്ടുള്ള വാലടക്കി അടയ്ക്കരുത്. ജയരാമ, നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും പുറത്ത് കേൾക്കൂല. അതിനാണ് ഞങ്ങൾ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ല അടയ്ക്കരുതെന്ന് പറഞ്ഞു. പിന്നെ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി ഓടണം തോന്നിയാൽ അടിയടാവനെ. என்னமோ கண்டுபிடிச்சாரு பீஸா வச்சு என்னன்னு தெரியல. போலீஸே அடிச்சிட்டாரடா. வெளில போய் கண்டுபிடிப்பாரு. இருந்தாலும் இவங்க கொஞ்சத்துல இது அன்அஃபிஷியலாக தான் பண்ணுறாங்கன்னு நினைக்கிறேன். அந்த கலரிடா അതും വൈകിട്ട് 6 മണിക്ക് 11:06. അവിടെ കയ്യിൽ എന്ത് പീസ സ്മെൽ വന്നിരിക്കും പോലടാ. ആമിന, പോലീസുകാർ അന്ന് ഈ ഉണ്ടോന്ന് വെച്ച് പോയി. കുഞ്ഞിക്ക, നിങ്ങൾ ആമിനയുടെ കെട്ടിയവനെ കണ്ടിട്ടുണ്ട്? അയ്യോ, ഇതെന്റെ കെട്ടിയവനൊന്നും അല്ല, ഓരോ ഫ്രണ്ടാ. ഇയാൾ എവിടെയാണോ താമസം? അല്ല, ഇടക്കിടക്ക് വരും. എന്റെ കുട്ടീന്റെ ചികിത്സേന്റെ ആവശ്യത്തിനായിട്ട് ഓരോ ഫ്ലാറ്റ് എടുത്ത് തന്നെ. ഇനി എപ്പോഴാ വരാ? ഇനി വരില്ല. ഇന്നലെ വന്നിരുന്നു. ദുബൈയിലെ ജോലി സ്ഥലത്തേക്ക് പോവാന്നാ പറഞ്ഞേ. ഇയാൾക്ക് ഫോൺ ഉണ്ടോ? ஆல்மோஸ்ட் மாட்டேங்குது. இந்த பொண்ணு இப்போ எங்கே தான் வச்சிருக்காரு? ഷീസ് എ സ്പോൺസർഡ് ചൈൽഡ്. ലോക്കൽ ഗാർഡിയൻ ഒരു ജയരാമൻ അല്ലാതെ മറ്റാർക്കും ആ കുട്ടിയെ കാണാൻ അനുവാദമില്ല. ഐ ആം സോറി. ഇല്ല, കാണണമെന്നൊന്നുമില്ല. എൻ്റെ മകളായതുകൊണ്ടും അദ്ദേഹം മരിച്ചതുകൊണ്ടും
അദ്ദേഹം മരിച്ച സ്ഥിതിക്ക് അത് മുടക്കി ആ കുട്ടിയുടെ പഠിത്തം ഇല്ലാതാക്കണമെന്ന് വെച്ചിട്ട് വന്നതാ. ഫീസ് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്നും ചെക്ക് ചെയ്യാം. 1 minute. ഇപ്പം മുട്ട വല പറഞ്ഞു കൗൺസിലേക്ക് കണക്ട് ചെയ്യും. ഈ വർഷത്തെ ഫീസ് മുഴുവൻ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സമുദ്ര എന്താ ദീപാവലി തന്നെ നന്ദിനി എന്താ Sending you sweets for Diwali, Ramachan. ഭ്രാന്തനായൊരു സൈക്കോപാത്താണ് അയാള്. അയാള് രാമേട്ടന്റെ ഒരു അപേക്ഷയും ചെവിക്കൊള്ളാൻ പോണില്ല. എനിക്കറിയാം, പക്ഷെ എനിക്ക് അവനോടൊരു സത്യം തുറന്നു പറയണം. അതോടെ തീരും പകയും പ്രതികാരവുമില്ല. ആ കുഞ്ഞ് ജീവിച്ചു. ഭ്രാന്താശുപത്രിയിൽ 4 വർഷം കിടന്ന വാസുദേവനെ അറിഞ്ഞില്ല. ശിക്ഷ കഴിഞ്ഞ് പുറത്തെത്തുമ്പോൾ അച്ഛന് മകളെ തിരിച്ചു നൽകി തൻ്റെ മനസാക്ഷിക്കുത്ത് മാറ്റണമെന്ന ആഗ്രഹത്തോടെയാണ് മൂർത്തി സാർ അവളെ എടുത്ത് വളർത്തിയത്. ഓ அந்த பொண்ணு தெரியும் സ്വീറ്റ്. രാമച്ചൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എങ്ങനെ? ഞാൻ ഇന്നലെ രാമൻ കണ്ടു. അത് കൊള്ളാമല്ലോ. രാമച്ചൻ വന്ന കാര്യം മോളോട് ആരാ പറഞ്ഞേ? എനിക്ക് വേണ്ടി സ്വീറ്റ്സും കൊണ്ട് ആരോ വന്നു സിസ്റ്റർ പറഞ്ഞു. രാമച്ചൻ അല്ലാണ്ട് വേറെ ആരാ എന്നെ അന്വേഷിച്ചു? സ്വീറ്റ്സാ? ജസ്റ്റ് മിസ്. മോൾക്കറിയാത്ത ആരെങ്കിലും ഇവിടെ നിൽപ്പുണ്ടോ? നോക്കി. ഹലോ, ഞാൻ ഗംഗ. ഗംഗ, അയാൾ ഇവിടെ എത്തി. അയാളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പോലീസ് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമുക്ക് മാത്രം അറിയാവുന്ന കുറച്ച് സത്യം അത് നമ്മൾ പറഞ്ഞു എന്ന് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാനോ ശിക്ഷിക്കാനോ ഒന്നും കഴിയില്ല. എന്തായാലും നന്ദിനി, ഇനി ഇവിടെ നിർത്തുന്ന അബദ്ധമാണ്. போய் இவங்க கிட்ட அந்த போலீஸ் கிட்ட ஃபோனில் ஃபோட்டோ வந்ததுல சமுத்திரத்துக்கு, இவங்க கிட்ட விசாரிச்சாலே தெரியும்ல அவங்க வந்திருக்காங்க. அதான் பண்ண போகிறாங்களோ. ഞാൻ സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗംഗ എന്നെ അയാളുടെ ഫോട്ടോ കാണിച്ചു. ഇയാൾ തന്നെയാണ് സ്കൂളിൽ മറ്റു ടീച്ചേഴ്സൊക്കെ അവധിക്ക് നാട്ടിൽ പോയിരിക്കുക. മുകളിൽ 4 മുറിയുണ്ട്, താഴെ എവിടെയാ സൗകര്യം എന്ന് നോക്കിക്കോളൂ. അയാളൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങുന്നവരേക്കും. அதான் ஒப்பமா கூடவே வல்லவங்க. ஆ வல்லவங்க. ஐயோ, கிளைமேக்ஸ் தான் உள்ளது. 11 மணிக்கே தூக்கம். ஒரு பயமும் இல்லாமல் இருக்கிறாங்க. കോഫി ഓർഡർ സിസ്റ്റർ കിടന്നു. വേണ്ടപ്പോൾ ഞാൻ എടുത്തോളാം. ஐயோ, കിടക്കുമ്പോൾ വാതിലുള്ളിൽ அவங்க தான் மாறிட்டாங்களோ? ഞാനല്ലാതെ മറ്റാരും വിളിച്ചാലും തുറക്കരുത്. ஆ சமுத்திரக்கண்ணி அவங்க வேஷத்தில் வந்து இருக்காருன்னு நினைக்கிறேன். செத்து போயிட்டாங்களா? இப்போ அவங்க எங்கடா? அவங்களுக்கும் கொண்டுட்டான். யாரு? அந்த போலீஸ் லேடியா? போலீஸ் லேடி ஒன்று, அந்த சிஸ்டர்.
ஆமாடா மதியனதா இப்போ വാസു, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നീ കൊല്ലാൻ ശ്രമിക്കുന്ന നന്ദിനി നിന്റെ മകളാണ്. ജയരാമ, അവളെ രക്ഷിക്കാനുള്ള നിന്റെ ഒരു ശ്രമവും നടക്കില്ലെന്ന് ബോധ്യമായപ്പോ മാനസികമായി എന്നെ തളർത്താൻ ഒരു പുതിയ പദ്ധതി. വാസു, ഞാൻ പറയുന്നത് സത്യമാണ്. ഇത് നിന്റെ മകൾ തന്നെയാണ്. വാസു, ഇത് നിന്റെ മകളാണ്. കണ്ടതാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട്. ചത്ത് മലച്ച് കിടക്കുന്ന എന്റെ കുടുംബത്തിന്റെ കൂമ്പാരങ്ങളുടെ ഇടയിൽ എന്റെ കുഞ്ഞിനെ. വാസു, നിനക്ക് ഭ്രാന്താണ്. അതെ, ഇങ്ങോട്ട് വലത്തോട്ട്. அவரோட பொண்ணுன்னே தெரியாம இருக்காரு அவரு. ஃபைட் பண்ணிடலாம்ல இவரு. அவன் ஓவர் பவரில் இருப்பான்டா. கரெக்டாக கட் பண்ணிட்டு ஃபைட் போட்டு நல்லா இருக்கும். ஐயோ பார்த்துட்டேன் இங்கே படத்தை. வா எப்படி எல்லாம் ப்ரூவ் பண்ணுவாரு தெரியலையே. ஆகோட்ஸ் வீடு மாதிரி மாடி போகணும். മോളുടെ അച്ഛനല്ല. രാമച്ചൻ മോളെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് കള്ളം പറഞ്ഞിട്ടില്ലേ? അതുപോലെ അയാളെ പറ്റിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞത്. ഓ வா சிங்கரில் ஃப்ரேம். இவங்க அந்த முஸ்லீம் இருந்தாங்கல்ல, அவங்க கிட்ட இருந்து வாங்கியிருப்பாங்கன்னு நினைக்கிறேன். அது ஒரு ஞாபகப்படுத்திருப்பாரு, சேவ் பண்ணி வச்சிருப்பாருன்னு நினைக்கிறேன். ഇത് ഞാനാ. இவங்க எப்படி பொழிச்சாங்க? இவங்கள அவங்க தான் காலி பண்ணி இவங்க அடிதான். എന്ത് പറഞ്ഞാൽ എന്നോട് മാപ്പ് ചോദിക്കേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരിച്ച് കാലി നെഞ്ചണ്ടാ. വിചാരിച്ച നേരത്ത് തരാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഞാൻ തിരിച്ചു തന്നത് കുറെ കഷ്ടപ്പാടാ. അച്ഛനോട് കൈയെടുത്ത് പറയണ പോലെ പറയാണ്, എന്നെ ശപിക്കരുത്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഞാൻ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കണ്ട. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ എത്തും. പണത്തെ അങ്ങനെதான் ഒളിച്ചു വെച്ചിരിക്കുകയാണ്. പറഞ്ഞു വിടുവാണ് എന്നെ. അങ്ങനെയാണ് മോളെ എല്ലാം. ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും. പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ആർക്കെന്നോ ഇതിനു വേണ്ടിയൊന്നോ പോലും അറിയാതെ. ഒന്നും നമ്മളെ തളർത്തരുത്. രാമച്ചൻ അത് ഇംഗ്ലീഷിൽ പറയട്ടെ.
ദാറ്റ്സ് ലൈഫ്. എൻ്റെ മോള് പഠിച്ചു മിടുക്കിയായി വലിയ ആളാകണം. ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലിരുന്ന് ദിവസവും രാമച്ചൻ പോക്ക് കിട്ടും. അപ്പൊ പിന്നെ എനിക്കൊരു കൂട്ടാൻ രാമച്ചനും രാമച്ചനൊരു കൂട്ടാൻ ഞാനും ഒപ്പം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കില്ലേ? എടി കാന്താരി, പിന്നെ അങ്ങനെ ആയിക്കളയല്ലേ. എന്നാ പിന്നെ എന്നാ പിടിച്ചോ, ഞാൻ വെച്ചിരുന്ന സമ്മാനം. എന്താ അത്? ஸோ ஒப்பம் எங்கேருந்து ஆரம்பிக்குதுன்னு தெரியல. ஏன்னா என்னோட சைக்கோ பாத்துன்னு சொல்கிறதா? சைக்கோ பாத் கிடையாது, ரிவெஞ்ச் தான். அண்டு வா லாலட்டன் பர்ஃபார்மன்ஸு. சரி, நான் எந்த நேரத்தில் வாய வச்சுன்னு தெரியல. ஸ்டார்டிங் ஃபுல்லாக அந்த நேச்சுரலாக இருந்துச்சு. அதுக்கப்புறம் பழையபடி சிட்டிக்குள்ளே வந்துட்டாங்கலாம். அந்த நேச்சர் கேரளா அந்த நேச்சர் வைப்பு போயிடுச்சு. அண்டு பர்ஃபார்மன்ஸ் தான் வழக்கம் போல் இவர் எப்பவுமே பக்காவாக பண்ணுவார். இதுலேயும் அதே மாதிரி ஒரு கண்ணு தெரியாத சென்ஸும் சரி எல்லாமே ஒரு கண்ணு தெரியாதவங்க கற்றுக்க வேண்டிய எல்லாத்தையும் கற்று வச்சுருக்காரு. அதுதான் நாங்கள் பெஸ்ட்டு ரிலேட்டட் வச்சு நாங்கள் எங்களுக்கு தெரிஞ்சு வச்சு டாப் வச்சு சொன்னோம். டாப் ஆமாம், எல்லாம் வந்து இதுதான் பண்ணாங்க. அவங்க இயரிங் சென்ஸ் வச்சு இமேஜ் வந்து இது பண்ணுவாங்க. ஆனால் அவர் ஒருபடி மேலே போய் ஸ்மெல்லு வச்சு கூட கண்டுபிடிக்கிறாரு. அண்ட் கலரி கற்றுக்கிட்டு அந்த ஃபைட் சீன் எக்ஸ்பெக்டே பண்ணலாம். அந்த இப்படி கை வச்சிருக்காரு தானே, அது இல்லை மொத்தமாக அந்த இடத்துல சண்டை போடுவார்னு எதிர்பார்க்கல. அதுவும் போலீஸ் அவங்க. அண்ட் அவங்க என்ன பண்ணாங்க அதுக்கப்புறம் அது தெரியல. அதுக்கு எதனா தண்டனை கொடுத்தாங்களா? அவங்க பண்ணுறது அன்அஃபிஷியல்ரா இந்த மாதிரி ஓகே என்னன்னு சொல்லுவாங்க போயிட்டு ஒரு அக்யூஸ்ட்டை வந்து இன்வெஸ்டிகேட் இருந்தாலும் ஒரு இவர் மேலே இப்போ ஒரு ரிவெஞ்ச் இருக்கும், பர்சனல் வெஞ்சன்ஸ் இருக்கும்ல. அண்ட் வந்து அந்த காமெடி சீன் செம்பன் வினோத் ஒரு காமெடி சீன் பயங்கரமாக இருந்துச்சு. மமுக்கோயே செம்மன் வினோத்து இப்போ. ஆனால் அது இன்னொன்றா இது சொல்லி அவனுக்கு அஜு வக்கீஸ் இறந்து போய் இப்போ தான் பார்க்குறோம் நாங்கள். அதே இந்த இது சந்தானம் இறந்து போய் நீ படம் பார்த்துருக்கேன் பார்த்தது இல்லையா? ஒரே ஒரு படத்தில் தான் இறந்துருக்கேன், 555. அந்த மாதிரி இப்போ அஜு வக்கீஸ் இறந்து போய் இப்போ தான் நாங்கள் பார்க்குறோம். அந்த மாதிரி தோணுச்சு எனக்கு. அது இதே மாதிரி தான் இருந்துருவார் சந்தானம். அதில் அஜு வக்கீஸ் வந்து இது சீரியஸாகவே இருந்தார், காமெடியே பண்ணல. நான் கூட இது மோகன்லாலுக்கு தான் ஹெல்ப் பண்றாருன்னு நினைச்சேன். அங்க வச்சாங்க பாரு ட்விஸ்ட். ஆனா அவருக்கே வச்சிட்டாங்க ட்விஸ்ட். சமுத்திரகனியும் பா இப்படி நாங்கள் அவர் பார்த்துருக்கோமா? பார்த்தது இல்லை. ஏன்னா இவர் மோகன்லால் வந்து அவன் இங்கே இருக்கானு தெரியுது, ஓகே நான் சீக்கிரட்டாக அவன் பண்ண போகிறேன் அப்படின்னு பண்ணிட்டு போகிறாரு. ஆனால் அவர் பீரியட் வந்து அப்படியே அசால்ட்டாக கண்டுபிடிச்சிட்டு கூடவே வரானே அவதான். அதுதான் இப்போமா ஜெயிலில் லாக்அப்பில் அடிக்கிற சீன்லாம் எக்ஸ்பெக்ட் பண்ணவே இல்லை. வேறு நாங்கள் பர்த்டேக்கு இந்த மூவி சூஸ் பண்ணோம். ஆனால் செம்ம பர்ஃபார்மன்ஸ், நல்ல ஒரு படம். அது ஃபைட்டுக்கு முன்னாடி கரெக்டாக எல்லாமே சரி பண்ண பற்றி அந்த பிரிஸ்ட் எல்லாத்தையுமே சரி பண்ணி நான் கூட அவ்வளோ அடி அடிச்சிட்டாங்க, ஏந்துக்கவே முடியாது. காலில் வேற அதுதான் கலரி ஸ்பெஷலிஸ்ட்டு. அந்த கிளைமேக்ஸில் அந்த இது ஃபோனில் வச்சாங்க ஆர்டிஸ்ட்டு. ஆனால் அது வந்து சொல்லலை, ஆனால் நம்மளுக்கு முந்தின சீன்லேயே தெரிஞ்சிருக்கும். அது அழகாக சவுண்டு வச்சு கண்டுபிடிச்சது. நல்ல ஒரு கிரைம் த்ரில்லர். எங்களோட சஜஷன் இந்த படத்துக்கு ஈக்குவலாக வந்து பார்த்தீங்கன்னா நம்ம சியான் விக்ரம் நடித்த தாண்டவம், இதுவும் இது அதே மாதிரி தான் இருக்கும். ஆனால் இது கொஞ்சம் டிஃப்ரெண்ட் கதை, டிஃப்ரெண்ட்டு. இது வந்து என்னென்னா ரிவெஞ்ச் பண்ண வந்து பிறந்ததுலேருந்தே கண்ணு தெரியாதுல்ல அவருக்கு வந்து ஒரு இன்சிடென்ட்னால போயிடும். அவரும் இதே மாதிரி எல்லாமே கற்றுக்கிட்டு பழி வாங்குவார்ல. இதில் வந்து என்னென்னா ஒரு ரிவெஞ்ச் எடுக்கிற ஆளை வந்து ஒரு பிளைண்ட் பர்சன் ஸ்டாப் பண்ணுறான். ஆனால் அதில் வந்து பிளைண்ட் பர்சன் வந்து ரிவெஞ்ச் எடுப்பான். அதுதான் ஸ்டோரி வருது. ஸோ தாண்டவம் இதுதான் வந்து எங்களோட சஜஷன். அண்டு ஒப்பம் வந்து பார்த்தீங்கன்னா கண்டிப்பாக எல்லோரும் பார்க்கலாம், எல்லோரும் பார்க்கணும். அண்ட் ஒன்ஸ் அகெயின் லாலட்டன் ஹாப்பி பர்த்டே. ஸோ ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு மூவி ரியாக்ஷன் பார்க்கலாம். அண்டர் திஸ் 80 வெற்றி பரத்தோட வரும் சீக்கிரமாக. சப்ஸ்கிரைப்.